ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഏപ്രിൽ 6 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയത്? ഉത്തരം മിനിക്കോയ് ദ്വീപിൽ. INS ജഡായു എന്നാണ് പേര്. രാപകൽ വ്യത്യാസമില്ലാതെ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ സൗകര്യമുള്ള എയർ സ്ട്രിപ്പാണ് മിനിക്കോയ് നാവിക താവളത്തിന്റെ പ്രധാന സവിശേഷത. തടവ് ശിക്ഷ അനുഭവിക്കവേ ജയിലിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ റഷ്യൻ പ്രതിപക്ഷ നേതാവ്? ഉത്തരം അലക്സി നവൽനി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായ നവൽനി 2021 ജനുവരി 17 മുതൽ ജയിലിലായിരുന്നു. വഞ്ചനാകുറ്റം ഉൾപ്പെടെ ചുമത്തി 30 വർഷത്തേക്കായിരുന്നു ശിക്ഷ. ആർട്ടിക് പ്രദേശത്തെ പീനൽ കോളനിയിലെ ജയിലിൽ വെച്ചായിരുന്നു അന്ത്യം. കൊലപാതകമാണെന്ന് ആരോപണമുണ്ട്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ OpenAI അവതരിപ്പിച്ചു. പേര്? ഉത്തരം സോറ. വീഡിയോകളിലെ പിഴവുകൾ തിരുത്താനും അതിലെ ദൃശ്യങ്ങൾക്ക് മിഴിവ് വർദ്ധിപ്പിക്കാനും കഴിയുന്ന സോറ OpenAI CEO സാം ഓൾട്ട്മാൻ ആണ് അവതരിപ്പിച്ചത്. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിന്റെ പേര്? ഉത്തരം വായുശക്തി. 77 പോർ വിമാനങ്ങൾ ഉൾപ്പെടെ 121 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു. 2024 ഫെബ്രുവരി 16 എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്? ഉത്തരം മ്യൂണിക്. 2024 ലോകത്ത് നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പുകളിൽ AI ദുരുപയോഗം ചെയ്യില്ലെന്ന് 17 പ്രമുഖ ടെക് കമ്പനികൾ സമ്മേളനത്തിൽ ധാരണയിലെത്തി. ഇന്ത്യ, US ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് 2024. AI സങ്കേതങ്ങൾ ഉപയോഗിച്ച് വ്യാജ വിവരങ്ങളും വീഡിയോകളും തയ്യാറാക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്നതും കബളിപ്പിക്കുന്നതും തടയുക, തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നിരുത്സാഹപ്പെടുത്തുക എന്നിവ സംബന്ധിച്ചാണ് കമ്പനികൾ ധാരണയിലെത്തിയത്. അടുത്തിടെ അന്തരിച്ച വിദ്യാസാഗർ മഹാരാജ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ജൈന ആചാര്യൻ. ദിഗംബര ജൈനമത വിഭാഗത്തിലെ പ്രാധാനിയായിരുന്നു. ജൈന വിശ്വാസപ്രകാരം ഉപവാസം അനുഷ്ഠിച്ച് സമാധി അടയുന്ന സല്ലേഖ്ന സമ്പ്രദായത്തിലൂടെയായിരുന്നു വിയോഗം. ആത്മാൻവേശി ജീവചരിത്രമാണ്. ഇൻക്വസ്റ്റ് ഓഫ് ദ സെൽഫ് എന്ന പേരിൽ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1000ഓളം വർഷം പഴക്കമുള്ള സോമൻസായി എന്ന ക്ഷേത്രോത്സവം സംഘടിപ്പിക്കുന്നത് ഈ വർഷം വേണ്ടെന്ന് വെച്ചു. ഏത് രാജ്യത്താണ് ഈ ഉത്സവം നടന്നു വന്നത്? ഉത്തരം ജപ്പാൻ. ഓഷുവിലെ കൊക്കുസെക്കി ക്ഷേത്രത്തിൽ പുരുഷന്മാർ നടത്തിയിരുന്ന ഉത്സവം യുവാക്കളുടെ അഭാവത്താലാണ് ഉപേക്ഷിച്ചത്. ചാന്ദ്ര പുതുവർഷത്തിന്റെ 7ാം ദിവസം ആരംഭിച്ച് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന സോമൻസായി ഉത്സവം പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും കാഴ്ചയായിരുന്നു. തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങുകയാണ് ജപ്പാൻ. ഇതിന്റെ പേര്? ഉത്തരം ലിഗ്നോസാറ്റ് പ്രോബ്. നാസയുടെ സഹായത്തോടെയാണ് ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജപ്പാൻ എയ്റോ സ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി വിക്ഷേപണം നടത്തുന്നത്. നിലവിൽ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് പകരമായി തടി ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ബഹിരാകാശ മാലിന്യങ്ങളുടെ അപകടം ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും. US-ലെ ഏത് മുൻ പ്രസിഡന്റാണ് നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണവർണ്ണമുള്ള ഷൂസ് വിപണിയിലെത്തിച്ചത്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. $399 വില. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, IHRD, സോഹോ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പാർക്ക് ആരംഭിച്ചത്.
3500 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച പാർക്കിൽ 5 വർഷം കൊണ്ട് 5000 യുവാക്കൾക്ക് വ്യവസായ സംരംഭത്തിൽ പരിശീലനം നൽകും. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് മേഖലയിലാകും പരിശീലനം നൽകുക. 2024 ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകളിൽ 7 പുരസ്കാരങ്ങൾ നേടിയ ചലച്ചിത്രം. ഉത്തരം ഓപ്പൺഹൈമർ. അണുബോംബിന്റെ പിതാവ് ജെ. ഓപ്പൺഹൈമറുടെ ജീവിതം ആവിഷ്കരിച്ച ചിത്രമാണിത്. മികച്ച ചിത്രം, സംവിധായകൻ, നടൻ തുടങ്ങിയ അവാർഡുകളാണ് ചിത്രം നേടിയത്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര നേട്ടങ്ങൾക്ക് പിന്നാലെയാണിത്. എമ്മ സ്റ്റോണാണ് മികച്ച നടി. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട 20 ഡേയ്സ് ഇൻ മരിയുപോൾ ആണ് മികച്ച ഡോക്യുമെന്ററി. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്നാണ് ബാഫ്റ്റയുടെ പൂർണ്ണരൂപം. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. അടുത്തിടെ സുപ്രീം കോടതി ഏത് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പാണ് റദ്ദാക്കിയത്? ഉത്തരം ചണ്ഡീഗഡ്. 8 വോട്ടുകൾ അസാധുവാക്കി BJP സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ച വരണാധികാരിയുടെ നടപടി അസാധുവാക്കിയ കോടതി ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിച്ചു. സൻസദ് മഹാരത്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം. ഉത്തരം NK പ്രേമചന്ദ്രൻ. APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സൻസദ് ഫൗണ്ടേഷനാണ് 5 വർഷത്തിലൊരിക്കൽ പുരസ്കാരം നൽകുന്നത്. അടുത്തിടെ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം. ഉത്തരം ഗ്രീസ്. 58ാമത് ജ്ഞാനപീഠ ജേതാക്കൾ. 2023 58ാമത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ. ഉത്തരം ഉറുദു ഹിന്ദി കവി ഗുൽസാർ, സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യ. കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധനാണ് ഗുൽസാർ. യഥാർത്ഥ പേര് സാം പുരൺ സിംഗ് കർല. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ ജലം ജില്ലയിൽ 1936 ജനിച്ചു. 1963 ബിമൽ റോയിയുടെ ബന്ദിനിക്കു വേണ്ടി ഗാനങ്ങൾ രചിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്തെത്തി. 20ലേറെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2009 ഇന്ത്യയിലേക്ക് ഓസ്കാർ പുരസ്കാരം എത്തിയത് സ്ലംഡോഗ് മില്യണർ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിനു വേണ്ടി ഗുൽസാർ രചിച്ച ജയ് ഹോ എന്ന ഹിന്ദി ഗാനത്തിലൂടെയാണ്. മകൾ മേഘ്ന ഗുൽസാർ രചിച്ച ജീവചരിത്ര കൃതിയാണ് ബിക്കോസ് ഹി ഈസ്. ഉത്തർപ്രദേശിലെ ജൗൻപൂരിൽ 1950 രാം ഭദ്രാചാര്യ ജനനം. യഥാർത്ഥ പേര് ഗിരിധർ മിശ്ര. 2 മാസം പ്രായമുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട രാം ഭദ്രാചാര്യ 22 ഭാഷകൾ സംസാരിക്കുന്നതിന് കഴിവ് നേടി. പുരാണ വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെ 200ലേറെ കൃതികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് രചിച്ചു. ഉത്തർപ്രദേശിലെ ചിത്രകൂടത്തിലുള്ള തുളസി പീഠത്തിന്റെ സ്ഥാപകനും അംഗപരിമിതർക്കുള്ള ജഗദ്ഗുരു രംഗഭദ്രാചാര്യ സർവകലാശാലയുടെ ആജീവനാന്ത ചാൻസലറും കൂടിയാണ്. ആദ്യ ബ്രെയിൻ ഭഗവത്ഗീതയുടെ രചയിതാവാണ്. വാഗ്ദേവതയുടെ വെങ്കല ശില്പം, ഫലകം, 11 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. 2022 പുരസ്കാരം നേടിയത് കൊങ്കണി സാഹിത്യകാരനായ ദാമോദർ മൗസോ. ആദ്യ ജ്ഞാനപീഠ ജേതാവ് മലയാള കവി ജി. ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുൾപ്പെടെ 6 മലയാളികൾ ഈ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.